നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജ അനിൽ. പ്രധാന വാർത്തകൾ. റാങ്ക് കിട്ടിയാലും സംസ്ഥാനത്ത് ജോലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PSC ഓഫീസിൽ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. കനാലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി ശവക്കോട്ട പാലത്തിന് സമീപമായിരുന്നു സംഭവം. നഗരത്തിലെ തെരുവ് നായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ചർച്ച ചെയ്യുവാൻ പ്രത്യേക അടിയന്തര കൌൺസിൽ യോഗം ചേരുമെന്ന് നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്. ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വിവിധ സർക്കാർ ഓഫീസുകളിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും മത്സര പരീക്ഷ എഴുതി റാങ്ക് നേടി വർഷങ്ങൾ കാത്തിരുന്നിട്ടും നിയമനം നടത്താതെ പിൻവാതിൽ നിയമനം നടത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ PSC ഓഫീസിൽ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് സമീപം PSC ജില്ലാ ഓഫീസിൽ റീത്തുവെച്ചുള്ള പ്രതിഷേധം നടത്തിയത്. വിവിധ സർക്കാർ ഓഫീസുകളിൽ അവസരങ്ങൾ ഉണ്ടായിട്ടും മത്സര പരീക്ഷ എഴുതി റാങ്ക് നേടി വർഷങ്ങൾ കാത്തിരുന്നിട്ടും നിയമനം നടത്താതെ പിൻവാതിൽ നിയമനം നടത്തുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ PSC ഓഫീസിൽ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് സമീപം PSC ജില്ലാ ഓഫീസിൽ റീത്തുവെച്ചുള്ള പ്രതിഷേധ സമരം നടത്തിയത്. വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 4 പേർക്കും ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ഏകദേശം 20 പേരടങ്ങുന്ന റാങ്ക് പട്ടികയാണ് നടപ്പിലാക്കി വന്നത്. ആ റാങ്ക് പട്ടികയിൽ 20 പേരടങ്ങുന്ന റാങ്ക് പട്ടികയ്ക്ക് പോലും ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാതെ കാലാവധി പൂർത്തിയാക്കി ഈ റഷീദ എന്ന് പറയുന്ന മലപ്പുറത്തുകാരിയായിട്ടുള്ള ആ ഉറുദുവിൽ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് നാളിതുവരെയായിട്ട് നിയമനം കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഹിലാലുദ്ദീൻ എന്ന് പറഞ്ഞ ആളുടെ 21 ദിവസം കഴിയുമ്പോൾ അതിന്റെ കാലാവധി കഴിയുകയാണ്. ഏകദേശം മാർച്ചും ഏപ്രിലും കഴിയുമ്പോൾ ഈ 4 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് കേരളത്തിൽ ഒന്നാം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥികൾ ഇപ്പൊ ഇവർ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയ സർക്കാരാണെന്ന് പറയുമ്പോ 10 വർഷം മുന്നിരുന്നുകൊണ്ടാണ് 5 വർഷവുമായി താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒന്നാം റാങ്ക് കിട്ടിയവരെ അടിയന്തരമായി അവരെ നിയമിക്കണമെന്നുള്ള ആ റഷീദ എന്ന് പറയുന്ന കുട്ടിയുടെ കാലാവധി കഴിഞ്ഞു. ആ കുട്ടിക്ക് നിയമനം കൊടുക്കാനുള്ള ഉത്തരവ് നൽകിയില്ലെങ്കിൽ ഈ സമരം കേരളം മുഴുവൻ ആളിപ്പടരും. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് വളരെ വ്യക്തമാണ്. ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, കൊടിയ അഴിമതി നടക്കുന്നു. ഈ PSC ഓഫീസിന്റെ ആവശ്യമില്ല. അതിന് പകരം ഇവിടെ റീത്തി വെച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കേരളത്തിലെ PSCക്ക് നോക്കുകുത്തിയാക്കിക്കൊണ്ട് പിൻവാതിൽ നിയമനം നടത്താൻ നോക്കുന്ന ഗവൺമെന്റിനെതിരെ PSC ഓഫീസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സമരത്തെ തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ പിരിച്ചുവിടുവാൻ ശ്രമിച്ചുവെങ്കിലും ശ്രമങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MP പ്രവീൺ, സംസ്ഥാന നേതാവ് കൂടിയായ റഹീം വെറ്റക്കാരനടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് യാതൊരു നിയമനവും നടത്താതെ PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയായി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാരെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ആലപ്പുഴ നഗരഹൃദയത്തിലെ പ്രധാന പാലമായ ശവക്കോട്ട പാലത്തിന്റെ വടക്കേക്കരയിൽ കനാലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച 12 മണിയോടെയായിരുന്നു സംഭവം. കനാൽ നവീകരണത്തിന്റെ ഭാഗമായി വെട്ടിയിട്ടതിനു ശേഷം കൂട്ടിയിട്ട പുല്ലിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് നിഗമനം. ആലപ്പുഴ നഗരഹൃദയത്തിലെ പ്രധാന പാലമായ ശവക്കോട്ട പാലത്തിന് വടക്കേക്കരയിൽ കനാലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ബുധനാഴ്ച 12 മണിയോടെയായിരുന്നു സംഭവം. കനാൽ നവീകരണത്തിന്റെ ഭാഗമായി വെട്ടിയിട്ടതിനു ശേഷം കൂട്ടിയിട്ട പുല്ലിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് നിഗമനം. കനാൽ തീരത്തുണ്ടായിരുന്ന യാത്രക്കാരും പ്രദേശത്തെ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരും ചേർന്ന് തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും തീ അണയ്ക്കുവാൻ സാധിച്ചില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് ആലപ്പുഴ അഗ്നിശമന സേനയുടെ ഒരു യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. കനാൽ തീരമായതിനാൽ തന്നെ മറ്റ് അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ തെരുവ് നായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുവാനായി പ്രത്യേക കൌൺസിൽ യോഗം ചേരുമെന്ന് നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പറഞ്ഞു.
ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ തെരുവ് നായ ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളുവാനായി പ്രത്യേക കൌൺസിൽ യോഗം ചേരുമെന്ന് നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പറഞ്ഞു. ബുധനാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് നഗരസഭാ അധ്യക്ഷ പ്രത്യേക കൌൺസിൽ ചേരുന്നത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. അപ്പൊ അന്നേരമാണ് മറ്റ് അജണ്ടയുടെ കീഴിലുള്ളത്. ഇപ്പൊ ഞാൻ പറയുമായിരുന്നു അതിനു വേണ്ടി മാത്രം നമുക്കൊരു കൗൺസിൽ വിളിക്കാനായിരുന്നു. കാരണം ഇതിന്റെ കൂട്ടത്തിൽ അത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 16-ാം തീയതി അടിയന്തര കൗൺസിൽ നമുക്ക് തെരുവ് നായ ആക്രമണം മാത്രം അജണ്ടയാക്കി ഈ മാസം 16-ന് പ്രത്യേക അടിയന്തര കൌൺസിൽ ചേരാമെന്നാണ് മോളി ജേക്കബ് കൌൺസിലിനെ അറിയിച്ചത്. ബുധനാഴ്ചത്തെ കൌൺസിൽ യോഗത്തിലെ അജണ്ട തുടങ്ങുന്നതിന് മുൻപേ നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ VG വിഷ്ണുവാണ് തെരുവ് നായ ആക്രമണം സംബന്ധിച്ച വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. നഗരസഭാ ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ, സെക്രട്ടറി സനിൽ ശിവൻ, മുനിസിപ്പൽ എഞ്ചിനീയർ ഷിബു നാൽപ്പാട്ട്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ബുധനാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ സംബന്ധിച്ചു. ചണ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും യഥാർത്ഥ ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുവാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അർദ്ധദിന ശില്പശാല സംഘടിപ്പിച്ചു. ചണ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും യഥാർത്ഥ ഉൽപ്പന്നങ്ങളെ തിരിച്ചറിയുവാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അർദ്ധദിന ശില്പശാല സംഘടിപ്പിച്ചു. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, നാഷണൽ ജൂട്ട് ബോർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ പുന്നമട ഒലിവിയ ഇന്റർനാഷണൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. Jute as well, so that's an added advantage for Alapi. So we have a lot of potential now that the country is flourishing under the leadership of our Prime Minister. We were somewhere the 10th economy base, we were the 10th round, 10th in few years back, but we have come up with the level of 4th largest economy in the world. So when the economy grows, we have a lot of opportunities as well. A lot of investments coming, a lot of potential for job potential is not coming. നാഷണൽ ജൂട്ട് ബോർഡ് ഡയറക്ടർ കിഷൻ സിംഗ് മുഖ്യാതിഥിയായി. നാഷണൽ ജൂട്ട് ബോർഡ് ജോയിന്റ് ഡയറക്ടർ KS മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജൂട്ട് ഷിപ്പേഴ്സ് കൌൺസിൽ പ്രസിഡന്റ് അർജുൻ മഹാദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ജൂട്ട് ഷിപ്പേഴ്സ് കൌൺസിൽ സെക്രട്ടറി സാജൻ B നായർ, മുംബൈ ടെക്സ്റ്റൈൽസ് കമ്മിറ്റി ക്വാളിറ്റി അഷ്വറൻസ് ഓഫീസർ ജോയ് സാമുവൽ, മറ്റ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് ചണ ഉൽപാദന കയറ്റുമതി രംഗത്തെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസും ചർച്ചയും നടത്തി. കണ്ണൂർ ടെക്സ്റ്റൈൽസ് കമ്മിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ V പളനിച്ചാമി ക്ലാസ് നയിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുക 5000 രൂപയാക്കുക, ഒന്നിലധികം വൈകല്യമുള്ളവർക്കും 80% വൈകല്യമുള്ളവർക്കും 7500 രൂപ പെൻഷൻ അനുവദിക്കുക, 2016 ഭിന്നശേഷിക്കാരുടെ രക്ഷയ്ക്കുള്ള കേന്ദ്ര നിയമപ്രകാരം 25% അധിക തുക 9 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ തുക 5000 രൂപയാക്കുക, ഒന്നിലധികം വൈകല്യമുള്ളവർക്കും 80% വൈകല്യമുള്ളവർക്കും 7500 രൂപ പെൻഷൻ അനുവദിക്കുക, 2016 ഭിന്നശേഷിക്കാരുടെ രക്ഷയ്ക്കുള്ള കേന്ദ്ര നിയമപ്രകാരം 25% അധിക തുക 9 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ KPCC ഉപാധ്യക്ഷനും മുൻ MLA-യുമായ A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാർ മുന്നോട്ട് നോക്കിയ എന്തുകൊണ്ട് കൊടുത്തൂടാ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾക്ക് വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇത്? അവരുടെ കേന്ദ്ര പെൻഷനും സംസ്ഥാന പെൻഷനും താമ്രപത്രത്തിനുള്ള പെൻഷനും ഒക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കാമല്ലോ. മന്ത്രിമാർക്ക് ഇഷ്ടം പോലെ പണം ചെലവഴിക്കാം. അവരുടെ ദൂർത്തിന്, അവരുടെ ആഡംബര ജീവിതത്തിന്, അവരുടെ സുഖലോലുമതയ്ക്ക്. പാവപ്പെട്ടവൻ കഞ്ഞു കുടിക്കാൻ വകയില്ലാതെ പട്ടിണി കിടക്കുന്ന ദുർബല സമൂഹം, അതിൽ ഭിന്നശേഷിക്കാർ ഏറെ ജീവിതത്തിൽ നൊമ്പരത്തിലാണ്. അവർക്ക് ആ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് വരുന്ന പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണം. ഭിന്നശേഷിക്കാരുടെ രക്ഷയ്ക്കുള്ള കേന്ദ്ര നിയമപ്രകാരമുള്ള 25% അധികം തുക 9 വർഷമായി തടഞ്ഞു വച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞതാണ്. അത് കൃത്യമായി കുടിശ്ശിക സംഗീതം കൊടുക്കണം. DAPC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് VT പ്രസന്നൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി G. സഞ്ജീവ് ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി.
സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വെറ്റിലക്കണ്ടം, ജോബി ജോൺ, ശശീന്ദ്രൻ ചില്ലിക്കൂട്ടത്തിൽ, KN മോഹൻ, ബിജു കാവാലം, മഹേശ്വരി ചിത്രാംഗതൻ, ലൈലാമ്മ ജോർജ്, MS അശോകൻ എന്നിവർ സംസാരിച്ചു. മുച്ചക്ര വാഹനങ്ങൾക്ക് പെട്രോൾ സബ്സിഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അനുവദിക്കുക, ഒരു ദിവസമെങ്കിലും ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക, KSRTC ബസ്സുകളിൽ വരുമാന പരിധിയില്ലാതെ പാസ് അനുവദിക്കുക, ഭിന്നശേഷിക്കാർ താമസിക്കുന്ന വീടിന്റെ കരവും കറണ്ട് ചാർജും ഒഴിവാക്കുക, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം ഉടൻ പാലിക്കുക. കേന്ദ്ര വയോജന പെൻഷൻ 2000 രൂപയിൽ നിന്നും 2500 രൂപയായി വർദ്ധിപ്പിച്ച് പെൻഷൻ 5000 രൂപയാക്കുക. സാമൂഹ്യക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, മറിച്ച് അവകാശമാണെന്ന് പ്രഖ്യാപിച്ച് നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ 2500 രൂപയാക്കുമെന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം ഉടൻ പാലിക്കുക. കേന്ദ്ര വയോജന പെൻഷൻ 2000 രൂപയിൽ നിന്നും 2500 രൂപയാക്കി വർദ്ധിപ്പിച്ച് പെൻഷൻ 5000 രൂപയാക്കുക. സാമൂഹ്യക്ഷേമ പെൻഷൻ ഔദാര്യമല്ല, മറിച്ച് അവകാശമാണെന്ന് പ്രഖ്യാപിച്ച് നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. AITSC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B മോഹൻദാസ് പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. വയോജനങ്ങളെ സാധാരണ സർവീസ് പെൻഷനേഴ്സിന്റെ കൂട്ടത്തിൽപ്പെടുത്തുകയും അവരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ കവിഞ്ഞ് അതിനപ്പുറമായി എല്ലാ മുതിർന്ന പൗരന്മാർക്കും മിനിമം സർവീസ് പെൻഷനേഴ്സിന് കിട്ടുന്ന തരത്തിലുള്ള പെൻഷനാക്കുവാൻ നടപടി സ്വീകരിക്കുകയാണ്. അതിനെയാണ് ഞാൻ ഏകീകൃത പെൻഷൻ എന്ന് പറയുന്നത്. മോഡിയുടെ ഏകീകൃത പെൻഷൻ പദ്ധതി അല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ ഈ ധർണയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ സീനിയർ സിറ്റിസന്റെ അവകാശങ്ങൾ മാത്രമല്ല ഉയർത്തുന്നത്, ലേബർ കോഡ് അതിൽ വരുത്തിയ മാറ്റങ്ങൾ, തൊഴിലുറപ്പ് നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതൊക്കെ സാമൂഹ്യമായ വലിയ ചലനങ്ങളും വലിയ പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നതാണ്. സർവീസ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് C വാമദേവ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P വിജയമ്മ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി C രാജപ്പൻ, CS സജിത്ത്, KP പുഷ്കരൻ, TR ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റാങ്ക് കിട്ടിയാലും സംസ്ഥാനത്ത് ജോലി നൽകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PSC ഓഫീസിൽ റീത്തുവെച്ച് പ്രതിഷേധിച്ചു. കനാലിനോട് ചേർന്ന കുറ്റിക്കാട്ടിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി ശവക്കോട്ട പാലത്തിന് സമീപമായിരുന്നു സംഭവം. നഗരത്തിലെ തെരുവ് നായ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ചർച്ച ചെയ്യുവാൻ പ്രത്യേക അടിയന്തര കൌൺസിൽ യോഗം ചേരുമെന്ന് നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്. ജൂട്ട് മാർക്ക് ഓഫ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.